Our hearts beat to the city streets. We began to feel the fire. Hello guys, welcome back to my YouTube channel. Welcome to Vagamon. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് വാഗമൺ വന്നേക്കുവാണ്. വാഗമണ്ണിന് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒബ്വിയസ്ലി അറിയാമല്ലോ ഞാൻ എവിടെ ആയിരിക്കും എന്നുള്ളത്. അത് നമ്മൾ പാലറ്റ് ഹിൽ വ്യൂ റിസോർട്ടിലാണുള്ളത്. നമ്മളൊരു 1 നൈറ്റ് സ്റ്റേക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. അമ്മി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ വന്നിട്ടും ഏകദേശം ഒരു 2-2.5 വർഷത്തോളം ഒരു 3 വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടമായോ വാഗമൺ? ഇഷ്ടമായോ? ഇത് കണ്ടോ? ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്ന പോലെ അമിത് AC റിമോട്ട് വെച്ച് സ്വന്തം വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് ഒരു റൂം ടൂർ കാണിച്ചു തരാം. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അലമ്പായി പോവല്ലോ. അമ്മീ കണ്ടോ? ഇവിടെ 2 ചെയറുണ്ട്, സോഫയുണ്ട്, TV. ഇത് ആക്ച്വലി റൂം ഇൻ്റർ കണക്റ്റഡ് ആണ്, പക്ഷെ ഞാൻ ക്ലോസ് ചെയ്തു. ഞാൻ പിന്നെ ഹലോ, ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്. മൂന്മല. ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഇവിടെയും ഇങ്ങനെ ഫുൾ ഗ്ലാസ് കവേർഡാണ്. ഇവിടെ ഒരു ഡെസ്ക് ഉണ്ട്. Beautiful. Complimentary tea, coffee. ഇവിടെയാണ് ഒരു വാർഡ്രോബ് ഉണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ. ഇതാണ് വാഷ്റൂം. ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. മഴ മാറി വെയിലായി. നമ്മൾ വീണ്ടും പാർക്കിലോട്ട് വന്നേക്കാണ്.
അമ്മി പിണങ്ങിയിരിക്കുവാണോ? Ready, 1, 2, 3, go. പതുക്കെ. അങ്ങനെ പ്ലേ ടൈമും പൂൾ ടൈമും എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ റൂം സർവീസ് എടുത്തു, കാരണം ഇവിടെ റൂംസ് എല്ലാം ഫുള്ളി ഒക്കുപ്പൈഡ് ആയിരുന്നു. അപ്പം റെസ്റ്റോറൻറ്റ് ഇനി ക്രൗഡഡ് ആയിരിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് റൂം സർവീസ് എടുത്തു. നമ്മൾ ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചപ്പാത്തിയുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഓർഡർ ചെയ്ത്. എല്ലാം നല്ല ഫുഡായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചും കൂടെ മഞ്ഞും കോടയൊക്കെ ഉള്ള ഒരു പ്രഭാതമായിരുന്നു. പക്ഷേ അല്ല, നല്ല സണ്ണി ആയിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ എണീറ്റപ്പോൾ ഒരു 7:30 ആയി. ആ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. അതിന് മുന്നേ കോട ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ക്ലൈമറ്റ് നമ്മുടെ എറണാകുളത്തൊക്കെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ക്ലൈമറ്റിൽ നിന്ന് കുറച്ച് ചെറിയൊരു ചൂടിന് കുറവുണ്ട്, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ നല്ല വെതറായിരുന്നു, മഴയും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ന്യൂസ് കണ്ടുകൊണ്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലെ റെഡിയായി, കോസ്റ്റ്യൂമൊക്കെ മാറി, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്ന ഒരു വിചാരത്തിൽ റെഡിയായി. അമ്മയെ കണ്ടിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കരച്ചിൽ കേൾക്കുന്നില്ലേ? ചൂടുവെള്ളമാണ്, പക്ഷേ രാവിലെ എണീറ്റ് തന്നെ കുളിപ്പിച്ച് തന്നെ ഒരു ഇതാണ്. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം, പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതാണ് ഇനിയത്തെ പ്ലാൻ. അതാണ് അമ്മയുടെ ബർത്ത്ഡേയുടെ ഡ്രസ്സാണ്. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാം. ഹലോ, പോവാം. ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡാണല്ലേ. ദോശയുണ്ട്, ചമ്മന്തിയുണ്ട്, പോഹയുണ്ട്, ബ്രെഡ് എടുത്തു, ഒരു മുട്ട എടുത്തു, പിന്നെ അവിടെ കോൺഫ്ലെക്സും ജ്യൂസും അങ്ങനെയെല്ലാം ഉണ്ട്. ചിറ്റപ്പൻ ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു. ചിറ്റപ്പനാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ. റിസോർട്ട് അണ്ടർ റിനോവേഷനാണ്. റിനോവേഷൻ കഴിഞ്ഞൊരു കിടിലം സാധനമാണ് വരാൻ പോകുന്നത്. അപ്പം ഹോട്ടലൊരു 4 സ്റ്റാർ കാറ്റഗറിയിലോട്ട് വരും. അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി ചെക്കൗട്ടാണ്. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സംഭവം വന്നിട്ടില്ലേ, അപ്പോൾ അത് പോയി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ് ഇവിടുന്ന്, എന്നിട്ട് അതുവഴി അവിടെ കയറിയിട്ട് പോവാം. പോയില്ലെങ്കിൽ ഇതായിരിക്കും കൺക്ലൂഷൻ കേട്ടോ. പോയാൽ ഞാൻ അതുകൂടെ കാണിച്ചു തരാം. നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ട്. നമ്മുടെ റിസോർട്ട് ആക്ച്വലി ക്ലോസ് ടു വാഗമൺ ടൗൺ ആണ്. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്താൻ. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ക്ലോസ്ഡ് ആണെന്ന്. കാരണം മഴയായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ ഓപ്പൺ ആക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പെട്രോളിന് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏലപ്പാറയിലെ പമ്പിലാണ് പോയി പെട്രോൾ അടിക്കുന്നത്. അതായത് വാഗമണിയിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കൂടുതലുണ്ട് ഏലപ്പാറ. അപ്പോൾ എൻ്റെ ഡൗട്ടായിരുന്നു, ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് ഈ പെട്രോളും ഡീസലും ഒക്കെ അടിക്കുക എന്നുള്ളത്. അതിനുള്ള ഉത്തരം എനിക്കിത് പമ്പിൽ ചെന്നപ്പോൾ കിട്ടി. ഒരു ചേട്ടൻ കന്നാസിലൊക്കെ പെട്രോളും ഡീസലും ഒക്കെ നിറച്ചുകൊണ്ട് പോവുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ പെട്രോളൊക്കെ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് കാഞ്ഞാർ റൂട്ടാണ് എടുത്തത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ മൂലമറ്റം വഴിയാണ് പോയത്. കാഞ്ഞാർ റൂട്ടിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസുണ്ട്.
ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇല്ലിക്കൽ കല്ലാണെന്ന് എന്നോട് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ? ഞാൻ ആ മലയുടെ ടോപ്പിൽ കണ്ടത് ഇല്ലിക്കൽ കല്ലാണോ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. വഴിയെ വന്നപ്പോൾ നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. കാഞ്ഞാർ റൂട്ട് അടിപൊളി റൂട്ടാണ്. അയ്യോ, പാറപ്പുറത്ത് എഴുതിയേക്കുന്ന അമ്മയെ. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് നേരെ എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.